വചനം കേട്ടിരുന്നീ മറത്ത ലോകവും ആകുമേ. കല്യാണനാളിൽ കാനായി വിധില്ലാതെ വിഷമത്തിലാ മനക്കനായി നാട്ടിലും വീട്ടിലും മാതാവ് യേശുവിൻ അരികിലെത്തി. ദൈവപുത്രൻ അനുഗ്രഹിച്ചു ക്ഷണനേരം കഴിഞ്ഞില്ല ഭരണിയിലെ ജലം വീഞ്ഞായി മാറി നാളോടെ. നാട് ചുറ്റി നടന്നീശോ ദൈവസ്നേഹം പറഞ്ഞീശോ മുക്കുവരെ തന്റെ ശിഷ്യനാക്കി. അഞ്ചപ്പവും 2 മത്സ്യവും കൊണ്ടവൻ 5000 പേരെ തൃപ്തനാക്കി. ലാസറിൻ ഭവനത്തിൽ ഒരു നാളെത്തി. കാര്യമറിഞ്ഞപ്പോൾ ദുഃഖിതനാ മറിയത്തിൻ സോദരൻ ലാസർ രോഗിയായി മരണമടഞ്ഞിരുന്നു. യേശുവെ കണ്ടപ്പോൾ മാർത്തയും മറിയവും കരഞ്ഞു പരിതപിച്ചു. യേശുവെ നീ വരാൻ വൈകിയതെന്റെ സോദരൻ ഞങ്ങളെ വിട്ടുപോയി. കല്ലറയിൽ 3 ദിനം മുമ്പ് സംസ്കരിച്ചു ഞങ്ങൾ സോദരനെ. കാര്യമറിഞ്ഞുടൻ ദൈവത്തിൻ പുത്രൻ കല്ലറ തന്നിലായി പോയിടുന്നു. അത്ഭുതം കാണുവാനാജനമെല്ലാം യേശുവിൻ പിന്നാലെ പോയിടുന്നു. കൈകൾ തിരിച്ചങ്ങ് പ്രാർത്ഥിച്ചവൻ ചൊല്ലി ലാസറേ എഴുന്നേൽക്കൂ പുറത്തു വരൂ. കല്ലറ പിളർന്ന് മൃതനാം ലാസർ ഉയർത്തെഴുന്നേറ്റു പുറത്തു വന്നു. ചിത്തരായി മാറിയ ജനമെല്ലാം യേശുവെ വാഴ്ത്തി പുകഴ്ത്തിയിടുന്നു. കാരുണ്യമാനവൻ ദൈവപുത്രൻ മാനവരക്ഷകൻ ദൈവപുത്രൻ പാപികൾ നമ്മളെ രക്ഷിപ്പാനായെന്ന കുരിശിൽ മരിച്ചവൻ ദൈവപുത്രൻ. മാനവർ നാമെല്ലാം ഒന്നല്ലേ ഏകദൈവത്തിൻ്റെ തന്നേരല്ലേ. പ്രവാചകരെല്ലാം ചൊല്ലിയതെന്നും യേശുവേ നീ എന്ന രക്ഷയല്ലേ. വഴിയും സത്യവും ജീവനുമായവൻ യേശുവേ